അവിടെ നിന്ന് ഒരു ശിവരാമൻ ചേട്ടൻ നമ്മുടെ വാർത്താ അവതാരക സ്മിത ഹരിദാസിന് അയച്ചൊരു വോയിസ് മെസ്സേജിൽ പറയുന്നത് അവർക്ക് വേണ്ടത് ഈ ഭക്ഷണവും മരുന്നും ഒന്നുമല്ല, അവരെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവരണം. കാരണം അവർ വല്ലാതെ ആശങ്കപ്പെട്ടാണ് ഈ സ്ഥലത്ത് കഴിയുന്നതെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാൻ ഞാൻ. ഈ 24 ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് മരുന്നും വെള്ളവും അല്ല ഇപ്പോൾ ആവശ്യം, ഇവിടെ സുഖമില്ലാതെ കിടക്കുന്നവരെയും ഈ കെട്ടണ ആൾക്കാരെ കരയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ചെയ്യണം. അപ്പോൾ ഈ വാർത്തയിലൂടെ SKN ആയാലും ഹാഷ്മി ആയാലും ആരായാലും ആ കേന്ദ്ര ഗവൺമെൻറ്റിനോടോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരോ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ അവരിവിടെ ആദ്യം കരയിൽ എത്തിക്കുക, എന്നിട്ടാണ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്ക് കാര്യമുള്ളൂ. അയാൾ അത് തന്നെ കരഞ്ഞുകൊണ്ട് പറയണേ. അതിനുള്ള സംവിധാനം ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യാൻ പറയൂ. ഒരു ശിവരാമൻ ചേട്ടനാണ് സ്മിത ഹരിദാസിന് വോയിസ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ നമ്മുടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ശിവരാമൻ ചേട്ടനാണോ എന്നെനിക്ക് സംശയമുണ്ട്. അദ്ദേഹം നേരത്തെ നമ്മോട് സംസാരിച്ചിരുന്നു. എന്തായാലും വയനാട്ടിൽ ഉരുൾപൊട്ടൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഒരുപാട് സഹായം ആവശ്യമുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെയൊക്കെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അത്ര എളുപ്പമല്ല തന്നെ. കാരണം ഈ പല സ്ഥലത്തും ഈ പുഴ കൂലം കുത്തി ഒഴുകുന്നത് പോലെ പോകുന്നത് കൊണ്ട് ഈ പുഴ കടന്നു പോകാൻ കഴിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് 67 പേർ ഈ ഉരുൾപൊട്ടലിൽ മരിച്ചു എന്നാണ് അറിയുന്ന. പല ആളുകളെയും കാണാനില്ല എന്ന് കരുതി ബന്ധുജനങ്ങൾ അവിടെ പരിഭ്രാന്തരായി നടക്കുന്നു എന്നുകൂടി വാർത്തകളിൽ വരുന്നു. ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ കടന്നു പോകുന്നു, ഒഴുകിപ്പോകുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. വളരെ നടുക്കുന്ന, ഒരുപക്ഷേ കേരളം ഈ കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ കണ്ടതുപോലുള്ള സമാന സാഹചര്യം, ഒരുപക്ഷെ അതിനേക്കാൾ തീവ്രമായ സാഹചര്യമാണ് ഇപ്പോൾ ഈ പ്രദേശത്തു നിന്ന് വരുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ പുത്തുമല ഇതിന് ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലമാണ്. 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ പുത്തുമല കിടക്കുന്നത്. നമ്മളെ തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിലൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലെങ്കിൽ പോലും പ്രകൃതിയെ നമ്മൾ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം എന്നുള്ളതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി നമുക്ക് മുന്നിൽ വയനാട് ഉയർന്നു നിൽക്കുകയാണ്.